കാലാവസ്ഥയായതുകൊണ്ട് ചീരകൃഷിയാണ്. ചീരകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയും ഈ ചൂട് സമയത്താണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചീരകൃഷി ചെയ്യാമെന്ന് പറഞ്ഞൊരു ഐഡിയയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് തരിശായി കിടന്ന നമ്മുടെ ഭൂമിയുണ്ട്. ആ ഭൂമിയിലാണ് നമ്മൾ ചീരകൃഷി ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മളിപ്പോൾ ചീരകൃഷി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന വേസ്റ്റുകളെല്ലാം ഒന്ന് കത്തിച്ച് കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ വിത്തുകൾ പാകി നമ്മളൊരു 5 സെൻറ്റിലാണ് ചീരകൃഷി ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഈ കൃഷിപ്പാടത്തിൻ്റെ അവസ്ഥ. ഇതിനെ നമ്മൾ വൃത്തിയാക്കി ഫുള്ള് ക്ലീൻ ചെയ്ത് നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം വീടുകളിലൊക്കെ തരിശായി കിടക്കുന്ന ഭൂമികൾ ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ഇപ്പോൾ വൃത്തിയാക്കും മുന്നേ ഉള്ള വീഡിയോ ഞാൻ ചിത്രീകരിക്കുന്നത്. വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി അതിമനോഹരമായിരിക്കും. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കി വിത്ത് എങ്ങനെ വിതയ്ക്കുന്നു എന്നുള്ള രീതിയൊക്കെ കാണിച്ചു തരാം. നമ്മൾ മുന്നേ ട്രയലായിട്ട് കുറച്ച് ചീര നട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നട്ടപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ആശയം ഉദിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, ഒരു ചീരപ്പാടം പോലെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ പാടത്തിട്ട് തന്നെ ഈ കരിയില കത്തിക്കുന്നതിന് കാരണം ചാരം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ചാരവും എടുത്ത് കുറച്ച് ചാണകപ്പൊടിയും കോഴിക്കാരും കൂടെ ഇട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിക്കൊന്ന് മണ്ണ് ഉഴുതുമറിച്ചതിന് ശേഷം നമ്മൾ ഈ ചീരവിത്ത് ഇടണം. ചീരവിത്ത് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചീരവിത്തും എടുത്ത് കുറച്ച് മണ്ണും കൂടെ എടുത്ത് മിക്സ് ചെയ്തിടണം. അപ്പോൾ ചീരവിത്ത് പാകുമ്പോൾ എപ്പോഴും നല്ലൊരു അകലം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചുറ്റുപാടും ഉറുമ്പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞുള്ള ചീരയുടെ അവസ്ഥയാണ്. നമ്മൾ പൊടിച്ച് വന്നപ്പോൾ വീഡിയോയ്ക്ക് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതെന്തായാലും ഇനിയൊരു വീഡിയോ ചെയ്തിടുമ്പോൾ ഡീറ്റെയിലായിട്ട് ഇടുന്നതാണ്. ഇതിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചീര മൊത്തവും പൊടിച്ചിട്ടുണ്ട്. എങ്ങനെ പോയാലും ഒരു 2000 ചീരത്തൈ എടുപ്പിച്ച് നമുക്കിതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ടാസ്ക് എന്ന് പറയുന്നത് ഇളക്കി നടുന്നതാണ്. ഇളക്കി നട്ടാനുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ചീര നക്കുന്നത് വളരുകയും ചെയ്യും. അതിൽ നിന്ന് ശിഖരങ്ങൾ വന്ന് നമുക്കതിനെ മുറിച്ച് കൊടുക്കുകയും ചെയ്യാം. എങ്ങനെ പോയാലും ഒരു 3-4 മാസം ഒരു ചീര ഉപയോഗിക്കാം. അപ്പോൾ എപ്പോഴും കൂടുതലും കൃഷി ചെയ്യണവർ എപ്പോഴും ചീര ഇളക്കി നടാനാണ് നോക്കേണ്ടത്. അതേപോലെ തന്നെ വീട്ടിൽ നടുന്നവരായാലും ചെടിച്ചട്ടിയിൽ ഒരു 2 ചീരയിൽ കൂടുതൽ നടാൻ പാടില്ല. കാരണം അതിന് വെള്ളവും വളവും എല്ലാം കൂടെ വലിച്ചെടുക്കാൻ നേരത്ത് ഇതെല്ലാം കൂടെ നിൽക്കില്ല. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ആ ചീരത്തായി മൊത്തം ഇളക്കി നട്ടിട്ടുണ്ട്. ഒരു 10 സെൻറ്റ് അടുപ്പിച്ച് മൊത്തം ഇളക്കി നട്ട് ഇനി ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ നമുക്കിത് മുറിഞ്ഞ് വിൽക്കാൻ പറ്റുന്ന രീതിയിലാണ്. എന്തായാലും നമ്മൾ ചീര വിത്തിടുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇനി ഇടുന്നതാണ്. ഓക്കെ, താങ്ക് യു.